കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു രേണുസുതി ഉണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേ കണക്കുണ്ടെങ്കിൽ തനിക്ക് ക്യാൻസറാന്നുള്ള രീതിയിലൊക്കെ. ആ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് വന്ന് ഇതേ കണക്ക് പറയുന്നുണ്ടായിരുന്നു, പെട്ടെന്ന് തന്നെ ശരിയായിട്ട് വരട്ടെ, നല്ല രീതിയിൽ വരട്ടെ, ഒരു കുഴപ്പമില്ലാതെ പോട്ടെ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതേ സമയത്തുണ്ട് ഒരുപാട് പേരുണ്ടെങ്കിൽ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിച്ചുവിൻ്റെ കാര്യമാണ്. അവ എന്തുകൊണ്ടാണ് ഇത് കണക്ക് കാണാൻ വരാത്തത് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേരുണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് സാധാരണ രീതിയിലുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്രയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൻ ഒന്ന് വന്ന് കാണുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. സാധാരണ രീതിയിൽ കണക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ലൈവിൽ വന്നിട്ട് എന്തെങ്കിലും പറയുന്നതാണ്. പക്ഷേ ഈ വട്ടം പോലും ഉണ്ടെങ്കിൽ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. കുറച്ച് നാൾ മുമ്പാണ് ഇത് കണക്കുണ്ടെങ്കിൽ കിച്ചു പറയുന്നുണ്ട് താനുണ്ടെങ്കിൽ അത് ബിസിനസ്സൊക്കെ തുടങ്ങാൻ പോകുക എന്നുള്ള രീതിയിലൊക്കെ. സോ അങ്ങനെ ഇരിക്കുന്നൊരു സിറ്റുവേഷനുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാവരും അവൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിലൊക്കെ ചെന്ന് ഒരുപാട് പേര് ഇത് കണക്ക് കമൻറ്റ് ഇടുന്നുണ്ട്. എന്തുകൊണ്ടാണ് രേണുവിനെ പോയി കാണാത്തത്, എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. കുറേ നാൾ നിന്നെ നോക്കിയതല്ലേ, എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ ഇത് കണക്ക് പോയി കാണാത്ത ഒരു മനുഷ്യപ്പറ്റില്ലാത്ത ഒരു പരിപാടിയാണെന്നുള്ള രീതിയിലൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ്. ഒരുപാട് നാളുകൊണ്ട് ഇവർ ഒരുമിച്ചാണ്, സപ്പോർട്ടെന്നൊക്കെ ഉള്ള രീതിയിലുണ്ടെങ്കിൽ പലവട്ടം കിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. പെട്ടെന്ന് ഒരു ദിവസമാണ് ഇവർ തമ്മിൽ അടിച്ച് പിരിഞ്ഞത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെയും സംസാരമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന ഇപ്പോൾ ഇങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷനിലുണ്ടെങ്കിൽ ഒന്ന് പോയി സംസാരിക്കുന്നതിനോ കാണുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല.